കലയും കാലവും എന്ന ഈ മനോഹരമായ പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിലും ചില നാട്ടിൽ ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് പ്രദേശമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂർ പാലക്കാട് പ്രദേശത്തൊക്കെ വളരെ രസകരമായ ചില ആചാരങ്ങളൊക്കെ ഉണ്ട് ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട്. അതിലൊന്നാണ് ചോഴികളി എന്ന് പറയും. ചോഴികളി ചോഴി എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾ എന്നാണ് അർത്ഥം. ഭൂതഗണങ്ങൾ, അതായത് ശിവന്റെ ഭൂതഗണങ്ങൾ. കാമദേവൻ ദഹിച്ചു പോയതിൽ രതീദേവി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ശിവനെ കാണാൻ വന്നപ്പോൾ ശിവൻ പറഞ്ഞല്ലോ, ഉറക്കം ഉളച്ചിരുന്ന് വ്രതം അനുഷ്ഠിച്ചാൽ കാമദേവനെ പുനർജീവിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രതീദേവിയും മറ്റ് രതീദേവിയുടെ കൂടെ കുറേ സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാമദേവൻ ഒരു പൊതുസ്വത്താണ്. പരസ്പരം കാമമില്ല എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് നിലനിൽക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ സൃഷ്ടികർമ്മം നടത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വേണം. അതിന് കാമദേവൻ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അല്ലേ? കാമദേവൻ്റെ ആ അസ്ത്രങ്ങൾ ഏറ്റാൽ മാത്രമേ കാമം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാമദേവനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് രതീദേവിയുടെ മാത്രം ആവശ്യമല്ല, എല്ലാ പെണ്ണുങ്ങളുടെയും ആവശ്യമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി വ്രതം നോക്കുകയാണ്. അപ്പോൾ ഇവർ ഉറങ്ങാതിരിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതറിയാൻ വേണ്ടി ഭൂതഗണങ്ങളെ ശിവൻ അയച്ചുവെന്നും ഈ ഭൂതഗണങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയി ഇവർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. അത് അങ്ങനെ വരുന്ന ഭൂതഗണങ്ങളുടെ പ്രതീകമായിട്ടാണ് ചോഴികൾ വരുന്നത്. ഈ ചോഴികൾ ഈ ഒരു വെളുപ്പാങ്കാലത്ത് വീടുകളിൽ വരും. ഈ ചോഴികളായിട്ട് വരുന്നത് കുട്ടികളാണ് ഈ ചോഴികളായിട്ട് വരുന്നത്. അതായത് അവരെ കണ്ടാൽ നല്ല നല്ല രസമുള്ള രൂപങ്ങൾ, അതായത് വാഴയിലയും ചപ്പും എല്ലാം കൂടെ കെട്ടിവെച്ച ഇവരുടെ രൂപം ഉണ്ടാക്കുന്നത്. ഈ കുട്ടികളുടെ ദേഹത്ത് വാഴയിലയും ചപ്പിലയും എല്ലാം കൂടെ കെട്ടിവെച്ചുള്ള ഒരു രൂപം, അത് കഴിഞ്ഞ് പാള കൊണ്ടുള്ള മുഖം മൂടി ഒക്കെ ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ വരുന്ന ഓരോ വീട്ടിലും വന്ന് അവർക്ക് അനുഗ്രഹം കൊടുത്ത് തിരിച്ചു പോകുന്ന ഒരു ചടങ്ങാണ്. അത് തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഈ പാലക്കാട് തൃശ്ശൂർ പ്രദേശത്ത് നടത്തുന്ന ഒരു ആചാരമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വേറെയും കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. ഒരു മുത്തി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ കാലൻ കഥാപാത്രമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ ചോഴികളിയിൽ. ഈ ചോഴികളിക്ക് തന്നെ പല വകഭേദങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ തിരുവാതിര ചോഴി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അനുഷ്ഠാനമാണ് ഞാൻ ഈ പറഞ്ഞത്. ചോഴികളി തന്നെ വേറെ തരത്തിലും ഉണ്ട്. അപ്പോൾ ഇതിൽ തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ തിരുവാതിര ചോഴിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ഈ തിരുവാതിര നാളിലാണ് ഇങ്ങനെ ഈ ചോഴികൾ വരികയും നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം നേരുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തോൽപ്പാവക്കൂത്തിന്റെ അല്ലെങ്കിൽ നിഴൽക്കൂത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ് വെളിച്ചമാണ്. ഞാൻ പറഞ്ഞത് ഈ നിഴൽക്കൂത്തും തോൽപ്പാവക്കൂത്തും അത് തമ്മിൽ എപ്പോഴും അത് രണ്ടും ഒന്നാണ്. അപ്പോൾ പണ്ട് ആദ്യ മനുഷ്യൻ പുല്ലുകളെ കൊണ്ടും പിന്നെന്താ കൊമ്പുകളെ കൊണ്ടും ആദ്യ മൂപ്പൻ്റെ കഥയാവാം, ആ രാജ്ഞിയുടെ കഥയാവാം, അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെയാണ് ഈ നല്ലതാങ്കാൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും, കോവിലിൻ്റെ ചിലമ്പിൻ്റെ കഥ, രാജാ ഹരിചന്ദ്രൻ നാടകം, ഇതൊക്കെ വളരെ പോപ്പുലറായിരുന്നു തമിഴിൽ, ഏറ്റവും വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ അങ്ങനെ പോപ്പുലറായിട്ടുള്ള കഥകളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിഴൽപ്പാവക്കൂത്തെന്ന് പറയും. നിഴൽപ്പാവക്കൂത്ത്. അപ്പോൾ നിഴലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഴൽപ്പാവക്കൂത്തായി. ആദ്യം പുൽപ്പാവക്കൂത്തായിരുന്നു, പിന്നെ നിഴൽപ്പാവക്കൂത്തായി, പിന്നെ ഇപ്പോൾ തോലായി. അതായത് ഇന്ത്യയിലെ ഒറീസയിലെയും കേരളത്തിലെയും പാവകളുടെ പ്രത്യേകത മാൻതോലാണ്. പണ്ട് കാലങ്ങളിൽ ഒരു പാവം നിർമ്മിച്ചു കഴിഞ്ഞാൽ 600-700 വർഷമൊക്കെ പഴക്കം. അങ്ങനെ ലോങ് ലൈഫാണ് പാവകളൊക്കെ, കുറേ കാലം നിൽക്കും. 600-700 വർഷം. ഇപ്പോഴും എൻ്റെ വീട്ടിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു കേട്ടുള്ളത് 600-700 വർഷം പഴക്കമുള്ള പാവകളുണ്ട്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പഴയ പോർച്ചട്ടയൊക്കെ തോല് കൊണ്ടുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അതൊക്കെ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ പഴയ തോലിന് കൂടുതൽ ലോങ് ലൈഫ് നിൽക്കും. അല്ല, ഈ മാൻതോൽ ഉപയോഗിച്ചതിന്റെ കാരണം അതാണ്. മാൻതോലിനാണ് ഏറ്റവും കൂടുതൽ മാൻ പവിത്രമായിട്ടുള്ള എല്ലാം പ്രമാണം പറയണം. മരവുരി മാൻതോൽ ദർബൈ വഴങ്കുമാസനങ്ങൾ മൂന്നും തിരകൊളും നദിയോരത്തിൽ വഴങ്ങുവാർ ദർബൈ തന്നിൽ എന്ന് പ്രമാണമുണ്ട്. മരവുരി ഉടുത്തുകൊണ്ട് വാനപ്രസ്ഥാശ്രമം ചെയ്യാൻ ഉത്തമം, പിന്നെ മാൻതോൽ ഇരുന്നു കൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ ഉത്തമം,
ദർഭപ്പുല്ല് എടുത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമം. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തോൽപ്പാവക്കൂത്തിന് വിഷയമാക്കിയിട്ടുള്ളത്. ഇത് വാദപ്രതിവാദമാണ്. ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമല്ലോ. വാദപ്രതിവാദത്തിലൂടെ മറ്റുള്ള പുലവരെ തോൽപ്പിക്കാൻ സാധിക്കുമോ അത് അവൻ കേമനായിരിക്കും, അവനാണ് ഏറ്റവും പുലവർ സ്ഥാനം ലഭിക്കുക. അപ്പം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അർഹിക്കുന്ന, ഇപ്പോഴും നാടിൻ്റെ എന്താ പറയുക, ഗ്രാമീണ ജനങ്ങൾക്ക് അറിവ് കൊടുക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് പാവകളിയാണ്. ഇന്തോനേഷ്യയിൽ മുസ്ലിം സമുദായക്കാർ രാമായണവും മഹാഭാരതവും ചെയ്യുന്നു. അവരറിയപ്പെടുന്ന ദലാങ്. ഇപ്പോഴും ഇന്തോനേഷ്യയിൽ പോയാൽ കാണാൻ സാധിക്കും. 350-400 കുടുംബങ്ങൾ ഇരുന്നു കൊണ്ട് അവർ സ്ത്രീകൾ പാവം നിർമ്മാണം ചെയ്യുന്നു. തോൽപ്പാവ മുസ്ലിം സമുദായം ഇപ്പോഴും. കാരണം ഇപ്പോഴും 400 പേര് കുടുംബങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ വിഷയം ഇതിവൃത്തങ്ങളൊക്കെ ഈ പറയുന്ന ഈ രാമായണവും മഹാഭാരതമാണ്. അവരെ മതത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ അതിലെല്ലാം വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും അതാണ് ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പാവകളിലൂടെ കാണിച്ചു തരുന്നത് അവർ മതമൈത്രിയാണ്. 4 രീതിയിലുള്ള പാവകളുള്ളത്. ഒന്നാമത് നിഴൽപ്പാവക്കൂത്ത്, ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെയാണ് നൂൽപ്പാവക്കൂത്ത്. രാജസ്ഥാനിലൊക്കെ വളരെ പോപ്പുലറാണ്. രാജസ്ഥാനിലെ ഓരോരോ തെരുവീതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം നൂൽപ്പാവകൾ കയ്യിൽ കോർത്തിട്ട് എന്താ രത്തോട് മഹാരാജാവിൻ്റെയും ആ രാജ്ഞിയുടെയൊക്കെ അവരുടെ മക്കളുടെയൊക്കെ കഥകളൊക്കെ എടുത്തുകൊണ്ട്, അവിടുത്തെ മഹാപ്രഭുക്കന്മാരൊക്കെ എടുത്തുകൊണ്ട്, അവിടുത്തെ ആ ഗ്രാമീണ ജനങ്ങളെ ആ കഥ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലാ റോഡ് സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാമങ്ങളിലൊക്കെ പോയി കണ്ടാൽ വളരെ അതിശയമായിട്ട് പല കഥകളും ചെയ്യുന്നു അവരിപ്പോൾ. പണ്ടങ്ങനെയല്ല, ഒരു കഥ മാത്രം എടുത്തുകൊണ്ട് ആയിരുന്നു. ഇപ്പം ഞങ്ങളമാതിരി കമ്പരാമായണമായിരുന്നു. അത് ദേവീക്ഷേത്രങ്ങളിലെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ട് ദേവിക്ക് വേണ്ടി ആ 21 ദിവസമാണ് തോൽപ്പാവക്കൂത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവതരണ ശൈലി. നിഴൽക്കൂത്ത് പറഞ്ഞു, അതുപോലെ പറഞ്ഞു, പിന്നെ കയ്യുറപ്പാവ. അതായത് ഈ കാണുന്ന പെരുവിരൽ ഉണ്ടല്ലോ, അത് ഈ ഭാഗത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കും. ഈ 2 വിരൽ 2 കയ്യിലും ഉണ്ടായിരിക്കും. പാവക്കഥകളി കേരളത്തിലെ അതും പാലക്കാട് ജില്ലയിലാണ് വളരെ പോപ്പുലറാണ്. പാവക്കഥകളി എന്ന സവിശേഷതയുള്ള ഒരു കലാരൂപം. അതുപോലെ തന്നെ പിന്നെ റോഡ് പപ്പറ്റ് എന്ന് പറയും. വലിയ വടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീമാകാരമായിട്ടുള്ള പാവകളൊക്കെ പുറം രാജ്യങ്ങളിലും ഉണ്ടല്ലേ, ഇഷ്ടംപോലെ. അതിപ്പോൾ കേരളത്തിൽ, അതിപ്പോൾ ഭാരതത്തിലും ആയി കഴിഞ്ഞു. അതിപ്പോൾ ഈ പാവകളെല്ലാം ഞങ്ങളും ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് തോൽപ്പാവ മാത്രമാവുമ്പോൾ ഈ പകൽ സമയങ്ങളിലുള്ള പ്രൊസഷനൊന്നും പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ പാവകളുടെയും ഒരു ശേഖരവും അതുപോലെ തന്നെ അതിൻ്റെ അവതരണവും ഞങ്ങൾ ഷൊർണൂരിനടുത്തുള്ള കവളപ്പാറ മൂപ്പിൽ നായരാണ് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയത്. എവിടെ? കൂനത്തറ എന്ന് പറയും. ഇന്നത്തെ പേര് കൂനത്തറ. പണ്ട് കൂത്തുതറയായിരുന്നു. കൂത്തന്മാർക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള കവളപ്പാറ മൂപ്പിൽ നായർക്ക് അവർ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവ്, അതായത് നാടുണ്ടെങ്കിൽ നഗരം വേണം, കൂനത്തറ നഗരം എന്ന നാമധേയത്തിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി സ്ഥലവും ഇരിപ്പിടവും എല്ലാം തന്ന് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും എല്ലാം തന്നുകൊണ്ട്, സുഖസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തന്നുകൊണ്ട് എല്ലാ വർഷവും മാർച്ച് മാസം 15 മുതൽ ഏപ്രിൽ 4-ാം തീയതി വരെ അവിടുത്തെ 21 ദിവസത്തെ അവതാരം മുതൽ പട്ടാഭിഷേകം വരെ നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഈ കവളപ്പാറ ക്ഷേത്രം. ഗജമുഖമാപലയ വന്ദിന സൂനോ ഗജമുഖമാപലയ സദസിലിംഗന
തിരുവാതിര നൊയമ്പ് നോക്കുന്നത് തിരുവാതിരയും വെളുത്തവാവും ചേർന്ന് വരുന്ന ദിവസമാണ്. ധനുമാസത്തിലെ തിരുവാതിരയും വെളുത്തവാവും ചേർന്ന് വരുന്ന ദിവസം. തിരുവാതിരയുടെ തലേ ദിവസം മകയിരമാണ്. അപ്പോൾ മകയിരത്തിൻ്റെ അന്ന് വൈകിട്ട്, പകല് മകയിരമായിരിക്കും, വൈകിട്ട് തിരുവാതിര തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മൾ എട്ടങ്ങാടി നേദിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ മകയിരം നൊയമ്പ് നോക്കുന്നത് മക്കളുള്ള അമ്മമാരാണ്, പെൺകുട്ടികളല്ല, കന്യകമാരല്ല. മക്കൾക്ക് വേണ്ടിയിട്ടാണ് മകയിരം നൊയമ്പ് നോക്കുന്നത്. മകയിരത്തിൻ്റെ അന്ന് ഒരിക്കലേ ഉണ്ണുകയുള്ളൂ, അതായത് ഒരു നേരം അരിയാഹാരം കഴിക്കും, രാത്രി കഴിക്കില്ല. സന്ധ്യയ്ക്ക് എട്ടങ്ങാടി എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ കാർഷിക വിഭവങ്ങൾക്കകത്ത് ഇത് പലതരം, അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങ്, പിന്നെ നനകിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഏത്തക്കായ, ഇതെല്ലാം കൂടെ തൊലിയോടെ തീക്കനലിലിട്ട് ചുട്ടെടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് നെയ്യിൽ വറുത്ത, ചിലർ മുതിരയും ചേർക്കും, വൻപയർ, മുതിര, എള്ള്, ഇതെല്ലാം കൂടെ നെയ്ക്കകത്ത് വറുത്തിട്ട് ശർക്കര പാനി കാച്ചി ഇതെല്ലാം അതിനകത്ത് ചേർത്ത് നാളികേരം ചിരണ്ടിയതോ അല്ലെങ്കിൽ കൊത്തായിട്ടോ ഇട്ടിട്ട് കരിമ്പ്, കദളിപ്പഴം, ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി. പിന്നെ ഈ എട്ടങ്ങാടി നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഉണ്ടാക്കുന്നത്. ഇത് ചാണകം മെഴുകിയ മുറ്റത്ത് ചാണകം മെഴുകിയ നിലത്ത് പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അഷ്ടമംഗല്യവും വിളക്കും ഒക്കെ വെച്ച് പാർവതി പരമേശ്വരന്മാരെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഗണപതിയെയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ എട്ടങ്ങാടി നേദിക്കുന്ന ചടങ്ങ് നടത്തും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയാം. ആദ്യ പുഷ്പം കറുകയ്ക്ക് ആദിത്യനാം ദേവനല്ലോ, രണ്ടാമതായി കൃഷ്ണകാന്തി കൊണ്ടൽ വർണ്ണനും, പിന്നെയല്ലോ തിരുതാളി ദേവതയായി മഹാലക്ഷ്മി, നാലാമതായി നാൻമുഖന്റെ കുരുന്നിലയും പൂവാങ്കുരുന്നിലയും, കയ്യോന്നിയ അഞ്ചാമത് കൈലാസേശൻ ദേവതയും, ആറാമതായി ശ്രീ പാർവതി ചൂടും മൂക്കുറ്റി, നീലപ്പന ഏഴാമത് ഉർവിയതിൻ ദേവതയും, അഷ്ടമനാമൊഴിഞ്ഞയ്ക്കു വിഷ്ടാവേശ്വരൻ. മാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്, ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്, ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്, ആടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേണം പോൽ, ആടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേണം പോൽ. എട്ടങ്ങാടിയിൽ ഉപയോഗിക്കുന്ന ഫലവർഗ്ഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ചേന, ചേമ്പ്, കാച്ചില്, അല്ലേ, കൂർക്ക, ഇതെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൃശ്ചികം ധനു മാസങ്ങളിലാണ് ഈ കിഴങ്ങുകളുടെ വിളവെടുപ്പ് നടക്കുന്നത്, ഈ കിഴങ്ങുകളുടെ വിളവെടുപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ലഭ്യമായിട്ടുള്ള ആഹാരം അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായ കാര്യം. ഈ എട്ടങ്ങാടിയിൽ ഉപയോഗിക്കുന്ന ഓരോ വിഭവങ്ങളും, കാച്ചിലായാലും ചേനയായാലും ചേമ്പാണെങ്കിലും, അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യങ്ങൾ, വൈറ്റമിനുകൾ, അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണെന്ന്, സ്ത്രീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായ കിഴങ്ങുകളാണ് ഇതെല്ലാം. വാഹന മോദക അസ്തം ചാമര കണ്ണ വിളംബിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദ നമസ്തേ. 85 ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടത്തുന്നുണ്ട്. 85
എല്ലാ വർഷവും അതായത് ജനുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച ആരംഭിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസം 10-ാം തീയതി വരെ അവിടെ വള്ളവനാടിൻ്റെ ഉത്സവങ്ങളൊക്കെ ആരംഭിക്കുകയായി. അപ്പോൾ നമ്മളെന്തായാലും അറിഞ്ഞു, പലതരത്തിലുള്ള പാവക്കൂത്തുകളെ പറ്റി അറിഞ്ഞു. പക്ഷേ അതിലേക്ക് നമുക്ക് തോൽപ്പാവക്കൂത്തിലേക്ക് തന്നെ എത്താം. സാറ് പറഞ്ഞു കമ്പരാമായണമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന അതിനകത്തെ ഇതിവൃത്തങ്ങൾ അല്ലേ? കമ്പരാമായണം അതിന്റെ ചൊല്ലുകളാണ്. അത് ഒരു ഉദാഹരണത്തിന് കമ്പരാമായണത്തിൽ ഏതെങ്കിലും, അതായത് എല്ലാത്തിലും നമ്മളുടെ ആചാരപ്രകാരം ആദ്യം വിഘ്നേശ്വരനെ നമസ്കരിക്കണം. ഗണപതിക്ക് തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിൻ്റെ ബഹുവിദ്യതാ മലിംബങ്ങളാമല്ല സുഖശീകരണ പെരുമൈതാ പതികൊണ്ടു പുത്രമിത്രാർത്ഥ കളത്രാദികൾ പരുന്തുതാൻ വന്തവരലാം യാഹൂമലപ്പൊഴുതു രുചിയോടു വന്നം പടക്കിന്റെ കനകമസുതാ മതികൊണ്ടു പിറവനുതൽ വല്ലഭയിടത്തനെ വലിയ പതിനോർകരവനേ യാഹൂ പ്രമത്തനെ സിദ്ധപ്രസിദ്ധനെ വശീകര കൃപയാളനെ ഹരിഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഗണപതി വിഘ്നേശ്വര സ്തോത്രം ചെയ്തു കൊള്ളലാം. മോഷിക വാഹന മോദക അസ്തം ചാമര കർണ വിളംബിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദ നമസ്തേ. ദേവർകൾ മുറയേറ്റേ വരും മോഷിക വാഹനനേ ഗണപതി ശക്കിട്ടേ വരും മുത്തിക്കൊരു മുതലേ കാലിലണിന്തജിലംബുജലഞ്ജലമേന്തിടവേ തമിഴോദിയ ഷൺമുഖനേ വാഹന മോദക അസ്ത്രം കർണ വിളംബിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദ നമസ്തേ. ശ്രീ മഹാഗണപതിക്ക് നമസ്കാരം. ഇന്നും ഇളയ പെരുമാളെ സ്തോത്രം ചെയ്തു കൊള്ളലാം. എറുമയിലേറി വിളയാട് മുഖം കൊണ്ട് ജ്ഞാനമൊഴി പേശുമുഖം കൊണ്ട് കൊണ്ടൊരുവൽ വേൽ വാങ്ങി നിന്റെ മുഖം കൊണ്ട് പള്ളിയെ മണം പുണര വൈത്ത മുഖം കൊണ്ട് ആടിയമരാപതി അമർന്ന പെരുമാളെ. ஆனால் നമുക്ക് കമ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാകി ആര്യങ്കാവിൽ ഭഗവതി. ഭഗവതിക്ക് നമസ്കാരം. ശ്രീ മാരിയമ്മൻ അമ്മനിക്ക് നമസ്കാരം. സകലമാന ദേവീശ ഗണങ്ങൾക്കും ഒൻറാക നമസ്കാരം ചെയ്തു കൊള്ളലാം. ഇനി നമുക്ക് ഹരിയോം നമ എങ്കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവുക്കും ഗുരുവാനവരുണ്ട്. ലക്ഷ്മണ പുലവര്, കൃഷ്ണൻകുട്ടി പുലവര്, ഇപ്പടി മൺമറഞ്ഞു പോയ എല്ലാ ഗുരുനാഥന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഹരി ഹരി ഗോവിന്ദ 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 നാമം ഹരി ഹരി ഗോവിന്ദ. അപ്പോൾ ഗണപതി നമസ്കരിക്കുക, പിന്നെ ഗുരുനാഥന്മാരെ നമസ്കരിക്കുക. ഈ ഒരു ചിട്ടകളുണ്ട്. ഈ ചിട്ടവട്ട പ്രകാരമാണ് ഞങ്ങളുടെ പൂർവികരൊക്കെ, എൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി പുലവരും അച്ഛൻ്റെ അച്ഛൻ ലക്ഷ്മണ പുലവരും ഞങ്ങളുടെ ഈ പാവക്കൂത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള, അതായത് എന്താ പറയുക, ചിന്നത്തമ്പി വാദ്യാർ എന്ന മഹാപണ്ഡിതനും പിന്നെ ഏറത്തെ ശിങ്കിപ്പുലവരും ചേർന്നുകൊണ്ടാണ് 13 ഒരു സുമാർ 2000 വർഷം മുൻപേ ഈ പാവക്കൂത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
അത്രയും വർഷം പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ അന്ന് ചിട്ടപ്പെടുത്തി കമ്പരാമായണത്തിലെ 12,126 പാട്ടുകളെ എടുത്തുകൊണ്ട് അതിൽ 10ൽ 3 ശ്ലോകങ്ങൾ, 10 പാട്ടുണ്ടെങ്കിൽ 3 പാട്ടുകൾ എടുത്തുകൊണ്ട് തോൽപ്പാവക്കൂത്തിന് ആടിക്കളിക്കാൻ ചേർന്ന വിധം തയ്യാർ ചെയ്യപ്പെട്ടത്. അതാണ് ആടൽപ്പറ്റ്. ഇതിന് ആടൽപ്പറ്റ് എന്നാ പറയുക. ആടൽപ്പറ്റ് തോൽപ്പാവക്കൂത്ത് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു വരുന്നു ഇപ്പോഴും. രാത്രി 8 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ നേരം വെളുക്കുവോളം 5 മണി വരെയാണ് ഇതിൻ്റെ സമയം. കാരണം അന്നാലും പറഞ്ഞാലും പിന്നെയും ബാക്കി വരും. പക്ഷേ ഒരു ദിവസം ഒരു വാചകം ഉച്ചരിച്ചാൽ ആ വാചകം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ വിഘ്നേശ്വരനെ സ്തുതിക്കുന്ന ഒരു ആദ്യത്തെ ശ്ലോകമാണ് ഈ എന്താ പറയുക, ഈ കലാകാരന്മാർക്ക് അക്ഷരസ്ഫുടത ഉണ്ടാവണം. അക്ഷരസ്ഫുടത ഉണ്ടാവാൻ വേണ്ടി വിഘ്നേശ്വരനെ സ്തുതിക്കുന്ന ആദ്യത്തെ ശ്ലോകമുണ്ട്. അതുണ്ടെങ്കിൽ അത് പാടിക്കഴിഞ്ഞാൽ അന്നത്തെ കല ആരവതരിപ്പിക്കുന്നു അവർക്ക് അക്ഷരസ്ഫുടത ഉണ്ടാവും, എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവും, പിന്നെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ. ഒന്ന് ഞങ്ങൾക്കായിട്ടൊന്ന് അവതരിപ്പിക്കാം. കമ്പക്കടകരി മുഖവാ ഗണപതി കക്കാഗംഗങ്ങ ചന്തത്തിനകനി കുമ്പിട്ടരുളിയ ചച്ചാജഞ്ചഞ്ഞ അരിയോടവിൽ പയറപ്പം തെരുവേൻ ടട്ടാടണ്ടണ്ണ തന്നിട്ടടിമലർ വെച്ചിത തൊഴുതേൻ തത്താതന്തന്ന പക്ഷം പല കനി 10 തെരുവേൻ പപ്പാബമ്പമ്മ തെതിരൊടു മരുവിയ ഉദവിയ ഗണപതി അരലാവസല സഹളാക്ഷ കമ്പക്കടകരി മുഖവാ ഗണപതി കക്കാഗംഗങ്ങ ചന്തത്തിനകനി കുമ്പിട്ടരുളിയ ചച്ചാജഞ്ചഞ്ഞ അരിയോടവിൽ പയറപ്പം തെരുവിൽ തന്നിട്ടടിമലർ വെച്ചിത തൊഴുതേൻ തത്താതന്തന്ന പക്ഷം പലകനി 10 തെരുവിൽ പപ്പാബമ്പമ്മ എതിരൊടു മരുവിയ ഉദവിയ ഗണപതി കരലാവസല സഹളാക്ഷ. ഈ 56 അക്ഷരങ്ങളും ഇതിൻ്റെ അകത്ത് ഒതുങ്ങി വന്നു. സാറും ചോദിച്ചോട്ടെ, ഇതെല്ലാം വാമൊഴിയല്ലേ? എല്ലാം വാമൊഴി. നമ്മളിത് എങ്ങനെയാണ് ഇത് ഹൃദയസ്ഥമാകുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക്? അതൊരു വലിയൊരു വിഷയമാണ്. കാരണം ഇതുവരെ എല്ലാം ഗുരുനാഥന്മാരുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക, കേട്ടും കണ്ടും പഠിച്ചതാണ്. പഠിച്ചതാണ്. എൻ്റെ അച്ഛനാണ് ഇതിനെല്ലാം എന്താ പറയുക വാമൊഴിയെല്ലാം പുസ്തകത്തിലാക്കി വെച്ചു. പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അത് വളരെ ഒരു ദിവസം ഒരു കാണ്ഡം 6 കാണ്ഡങ്ങളിൽ ഒരു കാണ്ഡം അച്ഛൻ തന്നെ സ്വന്തമായിട്ട് 85-ൽ മൈക്കിൾ മസ്കെ എന്ന് പറഞ്ഞ ഒരു സ്വീഡിഷ് പപ്പറ്റിയർ പാവളിക്കാരൻ വീട്ടിൽ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അദ്ദേഹം അച്ഛൻ്റെ വിഷമം പറഞ്ഞ സമയത്ത് ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്യാനുള്ള സാമ്പത്തികം കൊടുത്തു. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അയോധ്യാകാന്ഡം എന്ന് പറയുന്ന പുസ്തകം അച്ഛൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിന്നെ ജി വേണുജി, കൂടിയാട്ടത്തിൻ്റെ ഒക്കെ കുലപതിയായിട്ടുള്ള വേണുജി എന്ന് പറയുന്ന ആ മഹാനാണ് ഇംഗ്ലീഷിൽ ഇതിനെ എന്നിട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകമാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വേണുജിയുടെ പുസ്തകമാണ് ഇന്ന് ലോകത്തിൽ മലയാളികൾക്കല്ലാത്ത എന്താ പറയുക ഇംഗ്ലീഷിൽ ഉള്ള പുസ്തകം അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പല ഗവേഷകന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ മലയാളത്തിൽ തോൽപ്പാവക്കൂത്തിൻ്റെ ശൈലിയിൽ അച്ഛൻ പ്രസിദ്ധീകരിച്ചു. ബാക്കിയുള്ള 4 കാണ്ഡങ്ങളും എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ ഒരു സാംസ്കാരിക മന്ത്രി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അപ്പം അദ്ദേഹം പറഞ്ഞു പുലവരെ എല്ലാം എഴുതിക്കോളൂ. ഇപ്പം ഞങ്ങൾ പുലവരെന്നെ വിളിക്കാം, വലിയ സ്ഥാനപ്പേരാണ്, നാട്ടിലെ പ്രമാണി, പണ്ഡിതരെ അപ്പം നിങ്ങൾ ഒരു കാര്യം ഇതിൽ എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു പുലവരെ ഇപ്പം എന്താ പറയുക സാമ്പത്തികം ഇല്ല. അങ്ങനെ ഒരു 85-87 കാലഘട്ടങ്ങളിൽ അച്ഛൻ എഴുതി വെച്ച ആ പുസ്തകം ഇപ്പോഴും ഇരിക്കുകയാണ്. അങ്ങനെയാണ് അച്ഛൻ എഴുതിയിട്ട് ഓരോരോ കാണ്ഡങ്ങളും സുമാർ 300, 350, 400 പേജുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു ഭാഗം തളർന്നിട്ടാണ് അച്ഛൻ്റെ മരണം ഉണ്ടായിട്ടുള്ളത്. അത് ഈ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ തോൽപ്പാവക്കൂത്തിൻ്റെ ആചാര്യനെ ഈ സമയത്ത് നമുക്ക് ഓർക്കാം, അച്ഛനെ.